ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ചെറുപഴം കൊണ്ടൊരു ജാം തയ്യാറാക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് ഞാൻ കഴുകി അരിഞ്ഞ് കുക്കറിലെടുത്തിട്ടുണ്ട്. കുക്കറിൽ അതിനൊക്കെ വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 വിസിൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കളറെല്ലാം നോക്കിക്കാൻ നല്ല റോസ് കളറിലായിരിക്കുന്നു. ഇപ്പോൾ ഇത് ഞാൻ പാകത്തിന് നമുക്ക് ജാം ഉണ്ടാക്കുന്ന രീതിയിലെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ച് ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട. നമ്മുടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ജാം തയ്യാറാക്കേണ്ടത്. തിളച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം അതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ശകല ഉപ്പാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെറും 250 ഗ്രാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 കിലോ വേണമെങ്കിലും പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഴത്തിന് നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് 1 നാരങ്ങയുടെ നീരാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ഈ ജാം തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിലാകരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് ഒരു 10 ഗ്രാമ്പുവാണ്. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രാമ്പുവിനെ ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ചെറിയൊരു അരിപ്പ വെച്ച് അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ടാണ് സ്പൂൺ കൊണ്ടാണെങ്കിലും മതി. നമ്മളതിൽ നിന്നും ഈ ഇട്ടിരിക്കുന്ന 10 ഗ്രാമ്പുവിനെ നീക്കണം. അതുപോലെ തന്നെ അതിൽ നിന്ന് തിളച്ച് വരുന്ന ആ ഒരു പതയെ നമ്മളത് നീക്കം ചെയ്യണം. അത് സൈഡിലോട്ട് വരും. അത് കുറച്ചായിട്ട് നീക്കം ചെയ്യണം. അപ്പം ഏകദേശം നമ്മുടെ ജാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പതയൊക്കെ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ജാം നന്നായിട്ട് കുറുകി വന്നിരിക്കുകയാണ്. നോക്കുന്നതിന് ഒട്ടുന്ന ഒരു കയ്യിലൊന്ന് തൊട്ട് നോക്കണം. നമുക്കതിൽ ഒട്ടുന്ന ഒരു പരുവുണ്ട്. ആ പതയെല്ലാം ഏകദേശം ഒന്ന് തീർന്നിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കണമെന്ന് വെച്ചാൽ പ്രാണികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനെ സെർവ് ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ജാമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.